of PDA and context-free language. So, this is ഈ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് രണ്ട് പ്രൂഫുകളാണ് ബേസിക്കലി ഉള്ളത്. ഒന്നെന്ന് പറയുന്ന പ്രൂഫ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞ ഇപ്പം ഈ ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് എം ടി സ്റ്റാക്ക് ഇക്വലൻസ്, പിന്നെ ഇപ്പൊ ഈ പറയാൻ പോകുന്ന ഒരു PDAയുടെ കറസ്പോണ്ടിങ് CFGയുടെ പ്രൂഫ്. കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജും കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ചോദിച്ചെന്ന് പറഞ്ഞാലും സെയിം പ്രൂഫ് വിൽ ബി എനഫ് കേട്ടോ. സോ ദിസ് വിൽ ബി യുവർ സെക്കൻഡ് പ്രൂഫ്. ഈ രണ്ട് പ്രൂഫും കൂടെ ഉള്ളൂ. ഈ രണ്ട് പ്രൂഫും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാഠം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ അതിനകത്തില്ല. ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത് ഇച്ചിരി ഐ തിങ്ക് ഇറ്റ്സ് എ ലിറ്റിൽ ലെങ്തി പ്രൂഫ്. ഇച്ചിരി ലെങ്തി ആണ് ഈ പ്രൂഫ്. പക്ഷേ ഈ പ്രൂഫ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഈ പ്രൂഫ് ബൈ കൺസ്ട്രക്ഷൻ മെക്കാനിസം ആണ് ഞാൻ ഇതിലും ചെയ്തിരിക്കുന്നത്. മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എക്സാമ്പിൾസ് എടുത്ത് ചെയ്യാം. ഇല്ലെങ്കിൽ പ്രൂഫായിട്ട് ചോദിക്കുകയാണെങ്കിൽ സെയിം എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെയും യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ. Now we have two theorems. Theorem എഴുതിക്കോളുക. So the following three classes of language are equivalent. ഒന്നാമത്തേത് the language L generated by a CFG. The language L accepted by a PDA with empty stack. മൂന്നാമത്തേത് language L accepted by a PDA with what? Final state acceptance. Final state acceptance. So, ഈ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ. This is the theorem. The following three classes of languages are equivalent എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മൂന്ന് അതായത് if we write the languages of these three, ഈ മൂന്നിന്റെ ലാംഗ്വേജസ് ആണെങ്കിൽ ആ ലാംഗ്വേജസ് എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഇക്വലന്റ് ആണ്. അതായത് if you have a context-free grammar, ഈ context-free ഗ്രാമറിന്റെ ലാംഗ്വേജ് എഴുതുന്നതും അതോടൊപ്പം തന്നെ if you have a PDA with empty stack അതിന്റെ ലാംഗ്വേജ് എഴുതുന്നതും if you have a PDA with final state acceptance അതിന്റെ ലാംഗ്വേജ് എഴുതുന്നതും എല്ലാം എന്ത് തന്നെയായിരിക്കും? ഇക്വലന്റ് ആയിരിക്കും. So the theorem says so. So three classes of languages are equivalent. See, അതായത് ക്ലിയർ ആയില്ലേ ഒരു ഐഡിയ എന്ന് പറയുന്നത്? Whole idea is ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇഫ് യു ഹാവ് എ CFG, ഒരു CFG ഉണ്ടെങ്കിൽ ആ CFGക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു PDA വിത്ത് എംപ്റ്റി സ്റ്റാക്കും വരയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ PDA വിത്ത് ഫൈനൽ സ്റ്റേറ്റ് അക്സെപ്റ്റൻസും വരയ്ക്കാൻ സാധിക്കും. അതേപോലെ തന്നെ if you have a PDA with empty stack or a PDA with final state acceptance, definitely from that it is possible to write or find its context-free grammar also. Okay? Okay, sir. So ഇതാ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഇനി അടുത്ത പ്രൂഫിനകത്ത് നിങ്ങൾ ചെയ്യുന്നത് I will give you a PDA, ഒരു PDA തരുന്നു. ആ PDAക്ക് കറസ്പോണ്ടിങ് CFG എഴുതാൻ പറയും, കോണ്ടെക്സ്റ്റ് ഗ്രാമർ എഴുതാൻ പറയും. അതുപോലെ തന്നെ ഒരു CFG തന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് PDA വരയ്ക്കാൻ പറയും. ഓക്കെ? Okay, sir. So first part is over. അതായത് PDA വിത്ത് empty stackഉം ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് അക്സെപ്റ്റൻസും ഈക്വലന്റ് ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്രൂവൺ ആണ് അല്ലേ?
അപ്പൊ അതായത് ഇപ്പോൾ ഒരു ഫൈനൽ PDAക്ക് ഒരു empty stack ഉള്ളത് PDA കിട്ടുവാണെങ്കിൽ ആ സെയിം ലാംഗ്വേജിന് we are able to create a PDA with final state acceptance. They will be equivalent. അത് ഓൾറെഡി നമ്മൾ ആ പാർട്ട് നമ്മൾ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണ്ടുന്നത് എന്താണ്? CFG ആയിട്ടുള്ള ഇക്വലൻസ് ആണ് വേണ്ടുന്നത്. CFG ആയിട്ടുള്ള ഇക്വലൻസ് ഇൻ ദ സെൻസ് ഇതെങ്ങനെയാണ് CFG എന്ന് പറഞ്ഞാൽ PDA തന്നെ നമുക്ക് രണ്ട് രീതി ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു, empty stack ഉം ഫൈനൽ സ്റ്റേറ്റ് അക്സെപ്റ്റൻസും അല്ലേ? ഓൾറെഡി നമ്മൾ PDAയുടെ ഇക്വലൻസ് പറഞ്ഞിട്ടുണ്ട് empty stack ഉം ഫൈനൽ സ്റ്റേറ്റും തമ്മിൽ. അതുകൊണ്ട് while we consider this CFG, ഈ CFGയുടെ ഇക്വലൻസും ഈ രണ്ടിന്റെയും കൂടെ നിങ്ങൾ പറയണം. സോ ഇപ്പോൾ ഒരു ഡയഗ്രമാറ്റിക്കലി എനിക്ക് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ പറയാം, PDA വിത്ത് empty stack, PDA with empty stack, ഇത് PDA with final state. So diagrams, let me put this, and this is your CFG. CFG ആണ് വിചാരിച്ചോളാം. So in a way, if you have a CFG, we are able to create a PDA with the what? Empty stack. If we have a PDA with empty stack, definitely we are able to create its corresponding CFG. If we have a PDA with what we call it like, എന്താന്നാ പറഞ്ഞിരിക്കുന്നത്, PDA with empty stack, definitely it is possible to create a PDA with final state. Reverse is also possible. PDA with final state, it is able to create a what? Empty stack PDA also. ഇവിടെ നോക്കുവാണെങ്കിൽ this can be plotted here also, അല്ലേ? If you have a CFG, definitely it is possible to create a PDA with final state. PDA with final state ആണെങ്കിൽ അതിന് corresponding PDA with empty stack create ചെയ്യാം, അതിന് corresponding CFG create ചെയ്യാം, and this is it. So ഇതിനകത്ത് ഇപ്പോൾ എല്ലാ റിലേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ആയില്ല. അതായത് everything in this three sets of classes, അല്ലെങ്കിൽ ഈ മൂന്ന് ഇതിന്റെയും ലാംഗ്വേജസ് എന്ന് പറയുന്നത് that is equivalent. CFG PDA with final state ഒരു ഇതൂടെ വരയ്ക്കും. ഓൾറെഡി മേളിൽ കൂടെ പോയിട്ടുണ്ടല്ലോ. ഓക്കെ ഓക്കെ. വേണ്ട, ഇത് ഇനി പറഞ്ഞ സ്ഥിതിക്ക് ഇട്ടേക്കാം. അതിന്റെ കുറവ് വേണ്ട, ഇങ്ങനെ ഇട്ടേക്കാം. ഇപ്പം ഞാൻ മേളിൽ കൂടെ ആണെങ്കിലും ഇത് ഉണ്ട് ഓൾറെഡി അല്ലേ? ഇത് കിടക്കുന്ന കൊണ്ട് തെറ്റൊന്നുമില്ല, കിടന്നോട്ടെ. ഓക്കെ, ഇനി തിയറം നമ്പർ 1 നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഗ്രാമറിനെയും അതോടൊപ്പം തന്നെ ഈ PDAസിനെയും റിലേറ്റ് ചെയ്തുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. സോ ഇപ്പം ഇത്രയും വരച്ചു കഴിഞ്ഞെങ്കിൽ തിയറം എഴുതിക്കൊള്ളുക. Theorem for any context-free grammar. See, മക്കളെ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൂഫ് ചോദിക്കുന്ന prove the equivalence between context-free grammar and a PDA, NPDA, DPDA എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പ്രൂഫാണ് എഴുതേണ്ടത്. അതുകൊണ്ട് എക്സാക്ട്ലി മനസ്സിലാക്കി തന്നെ ഇത് പഠിക്കുക. ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഇതേപോലെ തന്നെ ആയിരിക്കും എഴുതേണ്ടത് കേട്ടോ. അല്ലാതെ ഇതിനകത്ത് ഇനി വേറെ ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നും ചോദിക്കാനൊന്നുമില്ല. പ്രൂഫാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ കൺവേർഷൻ മെക്കാനിക്സ് ഒക്കെ പഠിച്ചതാണ് അല്ലേ? നിങ്ങൾക്ക് വേണ്ടുന്നത് ഇതിന്റെ പ്രൂഫാണ്. പ്രൂഫിന് ഈ സെയിം പ്രൂഫ് തന്നെ ഞാൻ ഈ തരുന്ന അതേ പ്രൂഫ് അതുപോലെ തന്നെ പഠിച്ചോളുക കേട്ടോ. മനസ്സിലാക്കി പഠിക്കാവുന്നേ ഉള്ളൂ, അത് കാണാപ്പാടം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് നോക്കിയാൽ മതി. ഫോർ എനി കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്. കഴിഞ്ഞ പ്രാവശ്യം ഒരൊറ്റ പ്രൂഫ് പോലും ചോദിച്ചിട്ടില്ല, കാരണം ഈ തവണ പ്രൂഫ് ചോദിക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. അതിന് മുമ്പത്തെ തവണ നിറയെ പ്രൂഫ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ എക്സാമിന് ഒറ്റ പ്രൂഫ് പോലും ചോദിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒന്നും വിടരുത്, കാരണം ഇതിനു മുമ്പത്തെ എല്ലാ എക്സാമുകൾക്കും മിനിമം ഒരു 4 പ്രൂഫേലും ചോദിക്കുന്നതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ പ്രൂഫ് പോലും ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഈ തവണ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഇത്തവണ എനിക്ക് എന്റെ മനസ്സ് പറയുന്നത് പ്രൂഫ് 2-3 ചോദിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ, അതായത് നമുക്ക് മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 1, 2, 3, 4, 5, 6, 7 ഒരു ലെസ് ദാൻ 10 പ്രൂഫേ ഉള്ളൂ മൊത്തത്തിൽ പഠിക്കാൻ നേരത്ത്. 10 പ്രൂഫിൽ താഴെ നിങ്ങൾക്ക് പഠിക്കേണ്ടതുള്ളൂ കേട്ടോ. നിങ്ങൾ കവർ ചെയ്തിട്ട് പൊക്കോളുക. അതിനകത്ത് ഏതെങ്കിലും ഒരു മിനിമം ഒരു 3 പ്രൂഫ് എക്സാമിന് ചോദിച്ചിരിക്കും. ഓക്കെ, 10 ഇല്ല, മാക്സിമം ഒരു 6, 7, 8 അതിൽ കൂടുതലൊന്നും വരത്തില്ല. ഫോർ എനി കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്
L, there exists an NPDA M such that L is equal to L of M. So what is it? For a contextual language L. Language എന്താന്ന് പറഞ്ഞിട്ടുണ്ട് and it is denoted using what? L L. വെച്ചാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. And there exists a PDA. എന്നാ PDA എന്നാ പറഞ്ഞിരിക്കുന്നത്? NPDA എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് നോൺ ഡിറ്റർമിനിസ്റ്റിക് PDA എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലേ? നമ്മൾ പറഞ്ഞു ജനറലി when we say about a PDA, we consider our PDA as a non deterministic PDA. അല്ലേ? അങ്ങനെയല്ലേ ഞാൻ അതെ. പറഞ്ഞു? ഇക്വലൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോൺ ഡിറ്റർമിനിസ്റ്റിക് PDAയും നോർമൽ ഡിറ്റർമിനിസ്റ്റിക് PDAയും തമ്മിലുള്ള പവർ എന്ന് പറയുന്നത് ആർ ദേ ഈക്വൽ ആണെന്നാണോ പറഞ്ഞിരുന്നത്? PDAസിന്റെ കേസിൽ നമ്മൾ ദേ ആർ ഡിഫറെന്റ് അല്ലേ? അതായത് നോൺ ഡിറ്റർമിനിസ്റ്റിക് PDAs എന്ന് പറയുന്നത് they are more capable of accepting things, or we can definitely say that if our language is a context-free language, the language context-free ആണെങ്കിൽ definitely there is a non-deterministic PDA that accept that particular language. But we are not sure about deterministic PDAs. കേട്ടോ, എല്ലാ കോൺടെക്സ്റ്റ് ലാംഗ്വേജിലും കറസ്പോണ്ടിംഗ്ലി ഡിറ്റർമിനിസ്റ്റിക് PDAs ഉണ്ടാക്കാനൊന്നും പറ്റണമെന്നില്ല. ബട്ട് ഇറ്റ് ഈസ് ഷുവർ അബൌട്ട് നോൺ ഡിറ്റർമിനിസ്റ്റിക് PDA. സോ ഇൻ ടേംസ് ഓഫ് പവർ നോക്കാൻ നേരത്ത് ഇൻ ടേംസ് ഓഫ് പവർ ഇൻ ദ സെൻസ് in terms of acceptance of language നോക്കാൻ നേരത്ത് definitely non-deterministic PDAs are having higher power than deterministic PDAs. Okay? Okay, sir. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് NPDA എന്നാ പറഞ്ഞിരിക്കുന്നത്, ജനറലൈസ് ചെയ്താ പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു ബൈ ഡെഫിനിഷൻ when we say about a PDA, we are meaning like it is a non-deterministic PDA. കേട്ടോ, നോൺ ഡിറ്റർമിനിസ്റ്റിക് നേച്ചർ ആണ് PDA എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങളോട് സ്പെസിഫിക് ആയിട്ട് പറയും ഇറ്റ് ഈസ് എ ഡിറ്റർമിനിസ്റ്റിക് PDA എന്നൊക്കെ പറയും. ബട്ട് ജനറലി നമ്മൾ PDA എന്ന് പറയുവാണെങ്കിൽ നമ്മൾ നോൺ ഡിറ്റർമിനിസ്റ്റിക് PDA എന്നുള്ളത് കൺസിഡർ ചെയ്തുകൊണ്ടാൽ മതി. ഓക്കെ, ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ബൈ ഡെഫിനിഷൻ PDA എന്ന് പറയുന്ന PDAയുടെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? നോൺ ഡിറ്റർമിനിസ്റ്റിക് നേച്ചർ. Then one more point you may add is deterministic PDAs and non-deterministic PDAs are not equivalent. That is deterministic PDA എന്ന് പറയുന്നതാണ്. Deterministic automatas or deterministic PDA എന്ന് പറയുന്നത് it is only a subset of what? Non-deterministic PDAs അല്ലേ? ഇതൊക്കെ പറഞ്ഞ് എഴുതിക്കണം കേട്ടോ, ഓൾറെഡി നമുക്ക് ഇതറിയാം. അതുകൊണ്ട് എഴുതണോ? വേണ്ട സർ. ഓക്കെ, so this is the thing that we need to put for a contextual language L. say NPDA M. അതായത് ഒരു കോൺടെക്സ്റ്റ് ലാംഗ്വേജ് L ഉണ്ട്, അതിന് ഒരു NPDA എന്ന് പറയുന്ന M ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും such that L എന്ന് പറയുന്നത് എന്താണ്? that is our contextual language. and L of M എന്ന് പറയുന്നത് എന്താണ്? the language accepted by this NPDA. അതാ L of M എന്ന് പറയുന്നത്. and these two are equal എന്നാണ് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത്. in a way what you are going to prove is you are going to prove the equivalence between a contextual language and a PDA. PDA എന്ന് പറയുന്നത് എന്താണ്? ലാംഗ്വേജ് ജനറേറ്റഡ് ബൈ ദാറ്റ് PDA, that is L of M. മനസ്സിലായോ? മനസ്സിലായി സർ. ഹലോ ഹലോ സർ, മനസ്സിലായി. ഹലോ 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 ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. What happened? സർ കേൾക്കുന്നുണ്ട്. മനസ്സിലായോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്? മനസ്സിലായി. So this is it. ഇതിന് നമുക്ക് we have this two parts. രണ്ട് പാർട്സിലായിട്ടാണ് നമ്മൾ ഇതും ചെയ്യുന്നത്. ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നോക്കിക്കോ. ദാറ്റ് ഈസ് പ്രൂഫ് എന്ന് എഴുതിക്കോളുക. സോ പ്രൂഫ് പാർട്ട് 1 if L is equal to L of G, that is L is equal to L of G എന്ന് പറഞ്ഞാൽ എന്താണ്? L എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? L of G എന്ന് പറഞ്ഞാൽ ജനറേറ്റഡ് ബൈ ദ ഗ്രാമർ അല്ലേ? അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന L ആയിട്ടാണ്. ഫോർ സം PFG then L of M is equal to L of M for some PDA
PDAM. So what this is the first thing we are going to prove. അതായത് L എന്ന് പറഞ്ഞിരിക്കുന്നത് for some context-free G and L is defined of G for some context-free grammar G and അടുത്തതിനകത്ത് പറഞ്ഞിരിക്കുന്നത് L is equal to L of M for some PDA M എന്ന് പറഞ്ഞു. അതായത് you are taking the language of both this grammar and machine. മെഷീന്റെയും ഗ്രാമറിന്റെയും ലാംഗ്വേജ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് they are both L, രണ്ടും L ആണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രം മതി. അതായത് they are both equal എന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ സർ. സോ ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൂഫ് എന്ന് പറയുന്നത് ടിപ്പിക്കൽ പ്രൂഫ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൂഫ് ബൈ കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ. ഓക്കെ സർ. കൺസ്ട്രക്ഷണൽ പ്രൂഫ് എഴുതിക്കോ. കൺസ്ട്രക്ഷണൽ പ്രൂഫ് കൺസ്ട്രക്ഷണൽ പ്രൂഫ് ബ്രാക്കറ്റില് conversion of CFG to PDA, conversion of CFG to PDA. അതായത് first we define the language of a CFG, then we will define the language of the PDA and we will solve, or we will say like both these are equal. Equal. Okay. So first of all define a grammar. CFG നിങ്ങൾ ഡിഫൈൻ ചെയ്യണം അല്ലേ? നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് ഗ്രാമറിനെ ഡിഫൈൻ ചെയ്യാനാണെങ്കിൽ G is defined by NPDAS അല്ലേ? അതെ അതെ. CFG such that L of G. L is equal to L of G. Okay? Okay, sir. We can and equivalent PDAക്ക് നമ്മൾ എഴുതി കൊടുത്തത് M അല്ലേ? such that we need to define M first, then we will define L. കോട്ടെ? പറഞ്ഞു എമ്മിന് നമുക്കുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ്? എമ്മിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് സിഗ്മ, ടൗ ഉണ്ട്, ഡെൽറ്റ ഉണ്ട്, ക്യൂ നോട്ട് ഉണ്ട്, ഇസഡ് നോട്ട് ഉണ്ട്, and you have the final state F, and as you said L is equal to L of M. Done. ഇല്ല കുഴപ്പമില്ല. So ഞാൻ നിങ്ങൾക്ക് I will give you this what we call like CFG തരും. ആ CFGക്ക് സമയം 20 അല്ലേ? CFGക്ക് കറസ്പോണ്ടിംഗ്ലി നിങ്ങൾ ഒരു PDA കൺസ്ട്രക്ട് ചെയ്യാൻ പോവാ ചെയ്യുന്നത് കേട്ടോ. We will do it exactly ഒരു പ്രോബ്ലം ആയിട്ട് നിങ്ങൾ ഒരു CFG എടുത്തിട്ട് എന്നിട്ട് അതിനെ നിങ്ങൾ PDAയിലേക്ക് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. അതിനു മുമ്പ് സംതിങ് that you should look is certain rules are there. ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്യാൻ നേരത്ത് നമ്മൾ certain rules ഫോളോ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടുന്നതായിട്ടുള്ള കുറെ ഇൻപുട്സ് നിങ്ങൾക്ക് തരാം. വേർ Q എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്സ്. Let me take like 3 states, Q0, Q1, Q1 and Q2. 3 സ്റ്റേറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. Now we have this sigma ആയിട്ട് ഡെഫിനറ്റ്ലി വരുന്ന എന്തായിരിക്കും? They will be my terminal symbols. Capital T കൊടുത്തു. Okay sir. Then what next is this tau. ഈ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ പോവാം. ഇത് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് Q അല്ലേ? Q ഡെൽറ്റ ടൗ Q സിഗ്മ ടൗ Q0 ഇസഡ് നോട്ട് F. പിന്നെ ലാസ്റ്റ് ആണല്ലോ നമ്മൾ എപ്പോഴും ട്രാൻസിഷൻ ഫംഗ്ഷൻ പറയുന്നത്. ട്രാൻസിഷൻ ഫംഗ്ഷൻ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതേണ്ടി വരും. ഓക്കെ. അതായത് what we are actually doing is we are defining this machine M in terms of this grammar. ഗ്രാമറിന്റെ ടേംസിൽ എമ്മിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യാൻ പോവാ. അതായത്
ക്യൂവിനകത്ത് ആക്ച്വലി എന്തെല്ലാം വരുന്നു, സിഗ്മയ്ക്കകത്ത് ഗ്രാമറിനകത്ത് എന്ത് വരുന്നു, ടൗവിനകത്ത് ഗ്രാമറിനകത്ത് എന്ത് വരുന്നു, ഇസഡ് നോട്ട് എന്താണ്, വാട്ട് യു നോട്ട് എന്താണ്, ഫൈനൽ സ്റ്റേറ്റ് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഓക്കെ സർ. ഈ കേസിൽ സിഗ്മ എന്ന് പറയുന്നത് ഇൻ യുവർ ഗ്രാമർ ദർ വിൽ ബി ടെർമിനൽ സിമ്പിൾ എ സ്മോൾ ബി എന്നൊക്കെ പറഞ്ഞ്, ഇല്ലെങ്കിൽ 0 1 എന്നൊക്കെ പറഞ്ഞ് ടെർമിനൽ സിമ്പിൾസ് കാണും. വാട്ട് എവർ ദാറ്റ് ഈസ്, ദാറ്റ് വിൽ ബി ഗ്രാമറിനെ കൺസിഡർ ചെയ്യാൻ, ദാറ്റ് വിൽ ബി യുവർ ടെർമിനൽ സിമ്പിൾസ്. ഓക്കെ, ഓക്കെ സർ. ടൗ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു, സ്റ്റാക്ക് ആൽഫബറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റാക്കിനകത്ത് നിങ്ങൾ എന്തെല്ലാം വെച്ചായിരിക്കും എഴുതുന്നത്, സ്റ്റാക്കിനകത്ത് നിങ്ങൾക്ക് എന്നതെല്ലാം യൂസ് ചെയ്യാം. നോൺ ഇസഡ് നോട്ടും ടെർമിനൽസും. ടെർമിനൽസ് വരാൻ ചാൻസ് ഉണ്ട്, ടെർമിനൽസ് വരാൻ ചാൻസ് ഉണ്ട്. along with let me call the, ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഡോളർ എന്നാണ്. ഡോളർ എന്ന് പറയുന്നത് അടുത്തത് എഴുതിക്കോളൂ, ദാറ്റ് ഈസ് ഇസഡ് നോട്ട്. ഇസഡ് നോട്ട് ഈസ് ഡിഫൈൻഡ് ബൈ ഡോളർ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇസഡ് നോട്ട് ക്യാൻ ബി, ഇസഡ് നോട്ടിനെ നിങ്ങൾക്ക് ഇസഡ് നോട്ട് എന്ന് തന്നെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോളർ എന്നുള്ള റെപ്രസെന്റേഷൻ യൂസ് ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ. പറഞ്ഞായിരുന്നു. സോ ഞാൻ എഴുതിയെന്ന് ഇവിടെ ഡോളർ എന്ന് എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇസഡ് നോട്ട് എന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നെങ്കിൽ ഇസഡ് നോട്ട് എന്ന് എഴുതാം. അപ്പൊ യൂണിയൻ എന്താന്ന് എത്തിയാൽ മതി, ഇസഡ് നോട്ട്. So Z note can be replaced with another alphabet or another symbol also. കേട്ടോ, നമ്മൾ പറഞ്ഞില്ലേ, the lowest stack element എന്നുള്ളത് മീൻ ചെയ്യുന്നു. ഞാൻ ഈ കേസിൽ ഡോളർ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഞാനപ്പോൾ എന്താണ് യൂണിയൻ ഡോളർ. ദെൻ വാട്ട് എൽസ് ഈസ് ദർ, ക്യൂ നോട്ട് ഉണ്ട്, സ്റ്റാർട്ട് സ്റ്റേറ്റ്. ഡെഫിനറ്റ്ലി ഈ കേസിലെ ക്യൂ നോട്ട് എന്ന് പറഞ്ഞാൽ ക്യൂ നോട്ട് തന്നെ ആയിരിക്കും. ദെൻ ഫൈനൽ സ്റ്റേറ്റ് ഉണ്ട്, എഫ് ഈ കേസിലെ ഫൈനൽ സ്റ്റേറ്റ് വിൽ ബി സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്. Then you need to define this transition function. Delta നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. ഡെൽറ്റ ഡിഫൈൻ ചെയ്യാൻ നേരത്തെ കുറെ റൂൾസ് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ചെയ്യേണ്ടതുണ്ട്. ആ റൂൾസിനെ കുറിച്ച് ഓരോന്ന് നമ്പർ ഇട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഡെൽറ്റ ഓർ ട്രാൻസിഷൻ ഫംഗ്ഷൻ. എങ്ങനെ എഴുതുന്നത്, ട്രാൻസിഷൻ ഫംഗ്ഷൻ ക്യാൻ ബി ഗിവൺ ബൈ, ഒന്നാമത്തേത് R1, റൂൾ 1. റൂൾ 1ൽ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ദാറ്റ് ഈസ് ഡെൽറ്റ ഓൺ Q0, epsilon and that is consuming nothing, that is epsilon. സ്റ്റാക്ക് ടോപ്പിലുള്ളത് എന്താണെന്ന് വിചാരിച്ചോളുക, ഡോളർ. ലോവസ്റ്റ് സ്റ്റാക്ക് ഇസഡ് നോട്ട് അല്ലേ. സോ വാട്ട് ഡു ഈസ്, ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു വിൽ മൂവ് ടു Q1. Q1ലേക്ക് പോകുന്നു. എന്നിട്ട് അതായത് എസ് ഇൻ ദ സെൻസ് ഗ്രാമറിനകത്തെ സ്റ്റാർട്ട് സിമ്പിൾ ആണ് എസ് എന്ന് പറയുന്നത്. എസ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. അതായത് you use this epsilon to read something and you are pushing this capital S, that is capital S എന്ന് പറയുന്നത് definitely is a non state അല്ലേ. അതിനെ നിങ്ങൾ പുഷ് ചെയ്യുന്നു, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. റൂൾ നമ്പർ 1. ഓക്കെ, ഓക്കെ സർ. ഈ റൂൾ നമ്പർ 1ന് നിങ്ങൾ നോട്ട് എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വേണം എഴുതിക്കോ. This becomes first move of machine AM and at this time നമ്മൾ എന്താണ് ചെയ്തത് ഞാൻ വേർഡ്സിൽ എഴുതുന്നുള്ളൂ കേട്ടോ. ഓക്കെ സർ. സ്റ്റാർട്ട് സിമ്പിൾ ഞാനിപ്പം പ്രൂഫ് ആയതുകൊണ്ട് അങ്ങനെ തരുന്നത്. സ്റ്റാർട്ട് സിമ്പിൾ എസ്, സ്റ്റാർട്ട് സിമ്പിൾ എസ് ഇല്ലേ, അതായത് നമ്മുടെ ഗ്രാമർ എഴുതാൻ നേരത്ത് ഈ റൈറ്റ് എസ് പ്രൊഡക്ഷൻ AB എന്നൊക്കെ പറഞ്ഞല്ലേ നിങ്ങൾ എഴുതുന്നത്. You are relating this to a context-free grammar. So always grammar starts with your start symbol. So the first thing that you need to push to your stack will be your start symbol. ഈ സ്റ്റാർട്ട് സിമ്പിളിൽ നിന്നാണ് മേ ബി സ്റ്റാർട്ട് സിമ്പിൾ ഇറ്റ് സെൽഫ് പ്രൊഡ്യൂസസ് ടെർമിനൽസ് ഓർ സ്റ്റാർട്ട് സിമ്പിൾ പ്രൊഡ്യൂസസ് അതർ നോൺ ടെർമിനൽസ് അല്ലേ. സോ പ്രൊഡക്ഷൻ ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം ദി സ്റ്റാർട്ട് സിമ്പിൾ. സോ ഇപ്പൊ നിങ്ങൾ ആ സ്റ്റാക്കിലേക്ക് ആദ്യമേ പുഷ് ചെയ്യേണ്ടത് ഈ സ്റ്റാർട്ട് സിമ്പിളിനെയാണ് എന്നുള്ളതാണ് നിങ്ങൾ ആക്ച്വലി ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ എസ് നമുക്ക് എന്തെങ്കിലും ഡിറൈവ് ചെയ്യുന്നു എന്ന് വിചാരിച്ചോളാം. എസ് ഡിറൈവ്സ് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ആണെങ്കിൽ ദിസ് ഈസ് ഓൾസോ ഡിറൈവിംഗ് എന്താണ്, 2 നോൺ ടെർമിനൽ സിമ്പിൾസ് അല്ലേ. മേ ബി ദിസ് ക്യാപിറ്റൽ എ ഡിറൈവ് സ്മോൾ ബി ആണോ, ഇല്ലെങ്കിൽ ക്യാപിറ്റൽ ബി ഡിറൈവ് സ്മോൾ ബി സ്മോൾ ഡി എന്നോ, അങ്ങനെ എന്തെങ്കിലും ടെർമിനൽസ് ഡിറൈവ് ചെയ്യും. സോ
likewise it goes. So അപ്പം നിങ്ങൾ സ്റ്റാക്കിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ നേരത്ത് ഈ നോൺ ടെർമിനൽ ഇൻപുട്ട് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് നിങ്ങൾ വഴിയെ ചെയ്തു വരുമ്പോൾ നിങ്ങൾ അതായത് ഒരു ഗ്രാമറിനെ റെഡ്യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് മനസ്സിലാക്കിക്കോളും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ. സ്റ്റാക്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പുഷ് ചെയ്യാം അല്ലേ? ഓക്കെ. സോ സ്റ്റാർട്ട് സിംബൽസ് S will be placed on top of the stack. That is the first rule. Rule number 2, 27 ആയല്ലേ? So we have rule 1, rule 2, rule 3, rule 4, rule 5 അങ്ങനെ കുറച്ച് റൂൾ ഉണ്ട്. നോക്കട്ടെ, റൂൾ 2 കൂടെ ജസ്റ്റ് ഒന്ന് പറയാൻ നോക്കാം. Rule 2 tells you have this transition function. നിങ്ങൾ ഓൾറെഡി Q0 നിന്ന് Q1 ഓൾറെഡി മൂവ് ആയിട്ടുണ്ട് by consuming this S. Definitely you are in Q1. Q1 അല്ലേ ഇപ്പം വന്ന് നിൽക്കുന്നത്? അതെ. Q1 ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇവിടെ കൺസ്യൂം ചെയ്യുന്നത്, അതായത് ദിസ് ഈസ് എ നോൺ ടെർമിനൽ സിമ്പിൾ. അതായത് നിങ്ങൾ ആക്ച്വലി കൺസ്യൂം ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു നോൺ ടെർമിനൽ സിമ്പിൾ S ആ കൺസ്യൂം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇനി നിങ്ങളിപ്പം ഇവിടുത്തെ ഗ്രാമർ ഞാൻ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ തരാൻ വേണ്ടി ഞാനിപ്പോൾ ഈ ഗ്രാമർ ഇങ്ങോട്ട് എഴുതി കാണിക്കാം. സോ ദിസ് ഈസ് യുവർ ഗ്രാമർ. സോ ഈ ഗ്രാമറിനെ ആയിരിക്കണം നിങ്ങൾ ഈ മെഷീൻ വെച്ച് ഡിറൈവ് ചെയ്യേണ്ടതെന്ന് ഓർത്തോളൂ. അതായത് S gives AB, S gives PA, A gives some small a, capital C, B gives some small b, capital D. Likewise, you have some grammar. Okay? So, നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. എക്സാക്ട്ലി നിങ്ങൾ ഡിഫൈൻ ചെയ്ത് എടുക്കുന്നുണ്ട് ഗ്രാമർ. അതായത് ഓൾ ദീസ് പ്രോസസ് എന്താ നിങ്ങൾ ചെയ്യുന്നത്? യു വിൽ സ്റ്റാർട്ട് വിത്ത് സം ഗ്രാമർ. ഇപ്പൊ ഞാൻ ഗ്രാമറിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ ഈ കേസിൽ. ഓക്കെ ഓക്കെ സർ. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം പറയാം. 28 ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഇല്ലെങ്കിൽ വീണ്ടും ഇനി ഒന്നേന്ന് പറഞ്ഞു തുടങ്ങേണ്ടി വരും. ഇന്നലെ പറഞ്ഞു വെച്ചെന്നായിരുന്നു പറഞ്ഞേ. റൂൾ 1 റിഗാർഡിംഗ് റൂൾ 1 എന്തായിരുന്നു റൂൾ 1 പറഞ്ഞത്? അതായത് ബൈ റീഡിങ് എപ്സിലോൺ, ഇല്ലെങ്കിൽ എപ്സിലോൺ റീഡ് ചെയ്തുകൊണ്ട് Q0 സ്റ്റാക്ക് ടോപ്പിൽ ഡോളർ ആണെങ്കിൽ, ഡോളർ ഇൻ ദ സെൻസ് ഇസഡ് നോട്ട് അല്ല, ഇസഡ് നോട്ട് ഈസിക്കൽ ഡോളർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ you will push this S towards the stack top, and this will become the first move of your machine. So Q0 നിന്ന് Q1 ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്റ്റാക്ക് ടോപ്പിൽ ഇപ്പോൾ S ആയിട്ടുമുണ്ട്. പക്ഷെ നിങ്ങൾ കൺസ്യൂം ഒന്നും ചെയ്തിട്ടില്ല, എപ്സിലോൺ യൂസ് ചെയ്താണ് ഈ മൂവ് നടത്തിയത്. ഓക്കെ. സോ എന്തുകൊണ്ടാണ് എപ്സിലോൺ യൂസ് ചെയ്തെന്ന് ചോദിച്ചാൽ, ദിസ് ഈസ് എ വാട്ട് വി കോൾ ലൈക്ക്, ഇതൊരു നോൺ ടെർമിനൽ സിമ്പിൾ ആണ് S എന്ന് പറയുന്നത് അല്ലേ? ഒബിയസ്ലി ടെർമിനൽ സിമ്പിൾസ് വരുമ്പോഴാണ് നിങ്ങൾ എന്തെങ്കിലും കൺസ്യൂം ചെയ്യേണ്ടത്. അതായത് സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി ഒക്കെ വരുന്ന സമയത്താണ്. ദിസ് ഈസ് ക്യാപിറ്റൽ തിങ്സ് അല്ലേ? അതെന്ന് പറയുന്നത് നോൺ ടെർമിനൽസ് ആണ്. നോൺ ടെർമിനൽസ് ആർ ഇൻ എ വേ ദേ ആർ നത്തിങ് ബട്ട് സ്റ്റേറ്റ്സ് അല്ലേ? ബട്ട് സിൻസ് ദിസ് ഈസ് ഗ്രാമർ ആണ്, ഗ്രാമറിനെ നമ്മൾ ഒരു മെഷീനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ സ്റ്റാക്കിലേക്ക് ഈ സ്റ്റേറ്റ്സിന്റെ സിമ്പിളിനെ എന്നാ ചെയ്യുന്നത്, പുഷ് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. സോ R1 ഈസ് ഓവർ. R1ന്റെ ഡിസ്ക്രിപ്ഷനും തന്നിട്ടുണ്ട്. ഇനി R2 എന്ന് പറയുന്നത്, R2 ഈസ് റിഗാർഡിങ്, സോ റൈറ്റ് നൗ വേർ ആർ യു? Q0 നിന്ന് Q1 S പുഷ് ചെയ്ത് സ്റ്റാക്ക് ടോപ്പിന്റെ മുകളിൽ ഇപ്പോൾ S ഉണ്ട്. നൗ യു ആർ ഇൻ Q1 ആണോ? അതെ. സോ നൗ Q1 ഹിയർ ഓൾസോ ഇവിടെ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്സിലോൺ ആണ് കൺസ്യൂം ചെയ്യുന്നത്. ഇനി കൺസ്യൂം ചെയ്യുന്നത്, അതായത് യു ഹാവ് ഓൾ ദോസ് നോൺ ടെർമിനൽ സിമ്പിൾസ്. നോൺ ടെർമിനൽ സിമ്പിൾസ് ആയിട്ട് ഇവിടെ ഏതെല്ലാം ആയിരുന്നു ഉണ്ടായിരുന്നത് പറഞ്ഞേ? Q0, Q1, Q2 എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഗ്രാമറിനകത്ത് കുറേ നോൺ ടെർമിനൽ സിമ്പിൾ ഉണ്ട്. S, A, B, C എന്നൊക്കെ പറഞ്ഞ ക്യാപിറ്റൽ സിമ്പിൾസ് ഉണ്ട്. ദേ ആർ ദ നോൺ ടെർമിനൽസ്. ഇഫ് എ നോൺ ടെർമിനൽ ഈസ് ഓൺ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്,
ഒരു നോൺ ടെർമിനൽ ആണ് സ്റ്റാക്കിന്റെ ടോപ്പിലുള്ളതെന്ന് വിചാരിച്ചോളാം. അതുകൊണ്ട് ഓബിയസ്ലി നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നത് എന്നായിരിക്കും? എപ്സിലോൺ ആയിരിക്കും. അതിനകത്ത് ഡൗട്ട് ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ സി യു വിൽ ഹാവ് എ മൂവ്. ആ മൂവ് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. യു ആർ നോട്ട് ചേഞ്ചിങ് ദ സ്റ്റേറ്റ്, ഇൻസ്റ്റെഡ് യു ആർ റിമൈനിങ് ഇൻ ദാറ്റ് സ്റ്റേറ്റ് ഇറ്റ് സെൽഫ്. Q1 തന്നെയാണ് നിങ്ങൾ റിമൈൻ ചെയ്യുന്നത്. ഓക്കെ, Q1 തന്നെ റിമൈൻ ചെയ്യുന്നു. ആൻഡ് ദിസ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൽഫ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പ്രൊഡക്ഷൻ ദാറ്റ് വി ഹാവ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദിസ് A belongs to some non-terminal, and A is having a production alpha, and this alpha is or alpha belongs to this, or this is a production that you are having, a production alpha. ഇങ്ങനെയാണെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ, ഇഫ് വി ഹാവ് ദിസ് A gives BC എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചോളാം. ഓക്കെ, so this is a production which produces A എന്ന് പറയുന്ന നോൺ ടെർമിനൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? രണ്ട് നോൺ ടെർമിനൽസ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? This can be like this also. A can produce small a, capital B എന്ന് വേണമല്ലോ ആവാം, അല്ലേ? So this A can produce some terminal symbol followed by a non-terminal, or even can be non-terminal symbol alone, or terminal symbol alone, illegal combination of non-terminals, terminal, anything. So whatever we have, that is the grammar that we are using right now is context-free grammar. So what all are possible in context-free grammar, that is അങ്ങനത്തെ എല്ലാ പോസിബിലിറ്റീസും നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ പ്രൊഡക്ഷനകത്ത് വരാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോളുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? യു ആർ റിമൈനിങ് ഇൻ ദാറ്റ് സ്റ്റേറ്റ് ഇറ്റ് സെൽഫ്, ആൻഡ് വാട്ട് എവർ ദാറ്റ് യു ആർ ഹാവിങ്, അതായത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഈ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ കേസിൽ എന്താണ്? ആൽഫ പ്രൊഡക്ഷൻ, എ പ്രൊഡക്ഷൻ ആൽഫ എന്നാ പറഞ്ഞിരിക്കുന്നത്. സോ സ്റ്റാക്ക് ടോപ്പ് വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് വാട്ട്? ആൽഫ. എ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം എക്സാമ്പിൾ, ഇഫ് എ ഗീവ്സ് ബി എന്നായിരുന്നു എന്ന് വിചാരിച്ചോളുക. എ ഗീവ്സ് ബി എന്നാണെങ്കിൽ ഈ ആൽഫയുടെ സ്ഥാനത്ത് എന്നാ വരും? ബി വരും. സോ സിമ്പിൾ. So this is happening in rule 2. Rule 2 in the description എഴുതിക്കോളുക. Here എന്താ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഹിയർ, കാരണം നമ്മൾ എപ്പോഴും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ ഇതായിരിക്കും. നോൺ ടെർമിനൽ A is എന്നാ ചെയ്തിരിക്കുക? റീപ്ലേസ്ഡ് with RHS of a production. So whatever on the right hand side of capital A, that will be replaced with A. കേട്ടോ? RHS എന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ? A production. Then next, the input. ഇവിടെ നിങ്ങൾ ഇൻപുട്ട് എന്നതാ കൺസ്യൂം ചെയ്തിരിക്കുന്ന ഇൻപുട്ട് സിമ്പിൾ ഈസ് നോട്ട് റെഡ്. So the transition becomes an what? Epsilon transition. അല്ലേ? ഓക്കെ. സോ എപ്സിലോൺ ട്രാൻസിഷൻ എങ്ങനെയാണ് എഴുതുന്നത്? ലിറ്ററൽ വേറെ എഴുതി എഴുതുകയാണ്. ദിസ് ഈസ് എപ്സിലോൺ ട്രാൻസിഷൻ അല്ല, എപ്സിലോൺ ട്രാൻസിഷൻ. ഓക്കെ. സോ ദിസ് ഈസ് ഇൻ റൂൾ 2. Rule 1 and rule 2 are over. So regarding rule 3. Rule 3 is regarding what if terminal comes. കേട്ടോ? റൂൾ 3 നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചോളുക.
This is rule 3. Rule 3. Delta on. Now still you are in Q1. കാരണം എന്താണ്? സ്റ്റേറ്റ് ചേഞ്ച് വന്നിട്ടില്ലായിരുന്നു അല്ലേ? എപ്സിലോൺ കൺസിഡർ ചെയ്യുന്നു, സ്റ്റേറ്റ് ചേഞ്ച് വരുന്നതായിട്ട് കാണിച്ചിട്ടില്ല. So you are in Q1. So Q1, when you are reading some terminal symbol, and whatever is on your stack top is also a terminal symbol, what you do is you just, this is Q1, pop it where A belongs to what? Sigma, right? എന്ന് പറയുന്നത് if it is a sigma in the sense എന്താണ്? If it is a terminal symbol or a symbol, അല്ലേ? Alphabet ആണെങ്കിൽ, so we pop, right? Yes, sir. So condition എഴുതിക്കോളാം here. If machine M is going to read a symbol A and the same symbol appears on the top of the stack, എന്നാ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? Then സെയിം സിമ്പിൾ ആണല്ലോ ഉള്ളൂ കേട്ടോ. എ വരുന്നു, അതായത് സ്റ്റാക്ക് ടോപ്പിൽ എ ആണ്, ഇൻപുട്ട് വരുന്നത് എ ആണെങ്കിലാണ് വി പോപ്പ് കേട്ടോ. Then what? A is removed, or A is removed or popped from the stack top. കേട്ടോ, എഴുതിക്കാണ് A is removed. Okay. Now this is rule 3 is simple, കുഴപ്പമൊന്നുമില്ല. ഇനി regarding rule 4. Rule 4 എന്താന്ന് നോക്കിയോളുക. If delta still you are in Q1, സ്റ്റേജ് ചേഞ്ച് എല്ലാം വന്നിട്ടുണ്ടോ? Q1 തന്നെ, Q1 തന്നെ റിമെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. And you are consuming this what we call like epsilon, just consume this epsilon, and your stack top is dollar. Stack top dollar in the sense is not എന്ന് പറയുന്നത് ലോവസ്റ്റ് സ്റ്റാക്ക് ഉള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് ശ്രദ്ധിച്ചോളാം. This is important. So what you do is you will have a state change to Q1. That is Q1 to see from Q1 you are changing your state to Q2. Q2 എന്ന് പറയുന്നത് എന്തായിരിക്കും? Obviously it will be final state ആയിരിക്കും. കാരണം എന്താണ്? സ്റ്റാക്ക് ടോപ്പ് നിങ്ങൾക്ക് ഉള്ളത് ഇപ്പം വന്നിരിക്കുന്നത് എന്താണ്? സ്റ്റാക്ക് എം ടി ആയി, സ്റ്റാക്ക് എം ടി ആയി, that is dollar now, right? You said not. Okay. So what you do is just don't do anything, just skip it, and this will be your transition. So in Q1, if your stack is empty, then you should consume this epsilon and change your state to Q2, and Q2 obviously will be your final state, and this will be your accepting move കേട്ടോ. ഏറ്റവും ലാസ്റ്റ് accepting വേണ്ടി ചെയ്യുന്നതായിരിക്കും ഉള്ളത്. സോ ഞാൻ ഈ റൂൾ എല്ലാം വെച്ച് 2-3 പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയിക്കോളും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് എന്ന് പറയേണ്ട കാര്യമില്ല ഇതിനകത്തൊന്നും. ഇഫ് പെട്ടെന്ന് എഴുതിക്കോ, if the string is read on the top of എഴുതിക്കോ, ഞാൻ എഴുതുന്നില്ല. See, if the entire string is read, എഴുതേണ്ടതാട്ടോ അവിടെ. If the entire string is read, string entire read ചെയ്തു, and stack top is dollar, and
the stack top is dollar. If the entire string is red and your stack top is dollar, then then move to a final state Q2 and what should you do? Regarding stack and retain your dollar in the stack. Retain your dollar in the stack. So it simply means skip. Skip ചെയ്താലേ ഡോളർ നമുക്ക് retain ചെയ്യാൻ സാധിക്കത്തുള്ളൂ. Okay, clear? Okay. So rule 4 എന്ന് പറയുന്നത് എന്താ? If the entire string is red, entire string read ചെയ്ത് കഴിഞ്ഞു and stack ടോപ്പിലുള്ളത് ഡോളർ ആണെങ്കിൽ then move to a final state Q2 and retain the retain dollar in the stack, right? Okay. Yes, Now few more general rules are there. Now the transition regarding rules നാലെണ്ണമാണ്. അത് നാലെണ്ണവും കഴിഞ്ഞു. ഇനി കുറച്ച് general rules ഉണ്ട്. അതും കൂടെ എഴുതിക്കോളുക. When a non-terminal is on top of the stack, then don't read any input from tape. കേട്ടോ, നോൺ ടെർമിനൽ ആണ് സ്റ്റാക്കിന്റെ ടോപ്പിലുള്ളതെങ്കിൽ നിങ്ങൾ ഇൻപുട്ടിനൊന്ന് റീഡ് ചെയ്തത് പകരം നിങ്ങൾക്ക് എന്നാ ചെയ്യാൻ സാധിക്കും? എപ്സിലോൺ യൂസ് ചെയ്ത് എന്തെങ്കിലും മൂവ് ചെയ്യാൻ സാധിക്കും അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? നമ്മൾ ആദ്യമേ ചെയ്ത് നോക്കി റിഗാർഡിങ് റൂൾ 1 ആൻഡ് റൂൾ 2 ഒക്കെ എന്നാ നമ്മൾ ചെയ്തത്? റൂൾ 1ലും റൂൾ 2ലും എല്ലാം നിങ്ങൾക്ക് നോൺ ടെർമിനൽ സിമ്പിൾ ആണ് സ്റ്റാക്ക് ടോപ്പിൽ വരുന്നത്. അവിടെ എല്ലാം നിങ്ങൾ കൺസ്യൂം ചെയ്തിരിക്കുന്നത് എന്താണ്? എപ്സിലോൺ തന്നെയാണ് അല്ലേ? So that is then one more rule is there. One more alla. Two rule kude undu. Okay, now next rule is for any CFG to PDA conversion. CFG to PDA conversion. This is important, we will be having only 3 states for that what PDA, namely Q0, Q1 and Q2. So Q0 will be your start state and Q2 will be your final state. Okay. Then last rule. Rule 1 and rule 2 are same for any CFG to PDA construction. So rule 1 and rule 2. Rule 1 and rule 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരുന്നു? Rule 1 എന്ന് പറയുന്നത് എസിനെ പുഷ് ചെയ്യുന്ന കേസ് അല്ലേ? റൂൾ 2 എന്ന് പറയുന്നത് എന്തായിരുന്നു? സം പ്രൊഡക്ഷൻ, അതായത് നോൺ ടെർമിനൽ സിമ്പിൾ സ്റ്റാക്ക് ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ റീപ്ലേസിംഗ് ദാറ്റ് വിത്ത് വാട്ട് എവർ പ്രൊഡക്ഷൻ ദാറ്റ് യു ആർ ഹാവിംഗ്. എന്താണോ നിങ്ങളുടെ പ്രൊഡക്ഷൻ പറഞ്ഞിരിക്കുന്നത് ആ പ്രൊഡക്ഷൻ വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. ഈ രണ്ട് റൂൾ എന്ന് പറയുന്നത് എല്ലാ CFGയുടെയും ആദ്യത്തെ സ്റ്റെപ്പുകളായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഡിപ്പെൻഡിങ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് CFG this is, what kind of a PDA that you are constructing, your moves and pushing, popping, all those changes, right? Okay, sir. Okay, so this is it. So this is a rule and we will take an example and do this process of converting a CFG to its corresponding PDA. Okay, so example number 1. Example 1. So you have a CFG. G is equal to N, T, P and S, where N is given by, you have your start state S, A, B, C and D.
So n you have നിങ്ങളുടെ ക്വസ്റ്റൻ ആട്ടോ. യു വിൽ ഗിവൺ വിത്ത് എ വാട്ട് വി കോൾ CFG. ഒരു CFG തരും. ആ CFG നിങ്ങൾ കറസ്പോണ്ടിങ് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നാണെങ്കിൽ PDA-യിലേക്ക് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ. സോ ഇപ്പോൾ CFG-യുടെ കണ്ടീഷൻസ് ആണ് തന്നിരിക്കുന്നത്. നൗ യു n തന്നിട്ടുണ്ടെങ്കിൽ t വേണം അല്ലേ? What will be t? T is a comma b, and s is your start state, that is s itself, and production is given by എഴുതിക്കോണേ, ഞാൻ പ്രൊഡക്ഷൻ ഇങ്ങോട്ട് എഴുതിയേക്കാം. Production is given by, just number this production. First production is s gives ab. Your second production is s gives ba. Production number 3 is a gives small a capital C. Production number 4 is b gives small v capital D. Production number 5, that is C gives what? Small a capital C. C gives small a capital C. C gives small a capital C. കുഴപ്പമില്ലായിരിക്കും, നോക്കാം. Let me check. Sixth production, C gives epsilon. Then seventh production, D gives small v capital D, and your eighth production is D gives epsilon. Okay. Okay, sir. So a CFG is given, and all we need is to convert this to what? A PDA. A PDA like you convert ചെയ്യണം. And you know certain rules that we can do. The very first thing what we need is for an equivalent PDA, you must denote the PDA representation, tuple representation of a PDA. 7 tuples use ചെയ്തിട്ടാണ് നിങ്ങൾ PDA ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ equivalent PDA എന്ന് എഴുതുക. ഇതിന്റെ സൊല്യൂഷൻ ആണ് ഇവിടെ നിന്നുള്ളത്. Equivalent PDA M is given. PDA-ക്ക് നമ്മൾ കൊടുക്കുന്ന മെഷീൻ എന്നുള്ള റെപ്രസെന്റേഷൻ ആണ് അല്ലേ? M is given by ഏതെല്ലാം ആയിരിക്കും? Q ഉണ്ട്, epsilon, this tau is nothing but the stack symbol. Then what we call dollar, not what transition function there. Then you have this Q naught, Z naught, and final state. എത്ര എണ്ണമായി? 1 2 3 4 5 6 7. കറക്റ്റ്. ഇനിയും യു മസ്റ്റ് റൈറ്റ് ഓൾ ദീസ് തിങ്സ്. ഇനി ക്യൂ എന്താണെന്ന് എഴുതണം, സിഗ്മ എന്താണെന്ന് എഴുതണം. അത് എഴുതാൻ നേരത്ത് വാട്ട് ഷുഡ് വി ഡു ഈസ് വി മസ്റ്റ് റൈറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ്, നമ്മൾ ഓൾറെഡി ഗ്രാമർ തന്നിട്ടുണ്ട്. വി നോ സർട്ടൻ തിങ്സ് ഇൻ ഗ്രാമർ ആർ സെയിം എസ് ഇൻ PDA ഓൾസോ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് സിഗ്മ എന്ന് പറയുന്നത് ഇൻ ഗ്രാമർ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് യുവർ ടെർമിനൽ സിംബൽസ് അല്ലേ? അതുപോലെ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് യുവർ കോൾ ഇറ്റ് ആസ് എൻ ദെയർ അല്ലേ? NTPS-നകത്ത് എൻ ആണ് ഇവിടുത്തെ ക്യൂ എന്ന് പറയുന്നത്, ആണോ? സോ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ എഴുതുന്നത്. സോ ആദ്യത്തെ എഴുതേണ്ടത് എന്താണ്? ക്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഗ്രാമറിനകത്ത്, അതായത് ഏറ്റവും ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? For any CFG to PDA conversion, we will have only 3 states for a PDA. ഏതൊക്കെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 3 states മതി. So using these 3 states we can construct every PDA. ഒരു കോണ്ടെക്സ്റ്റ് ഗ്രാമർ വന്നിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ 3 സ്റ്റേറ്റ് it will be more than enough for you to construct it to a PDA, right? So from let me call it as ഏതെല്ലാം എന്നാ പറഞ്ഞിരിക്കുന്നത്? Q0, Q1 and Q2. Okay, Q is over. Now അടുത്ത എന്താ? Sigma equals to terminals. Sigma എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം? Sigma is nothing but അല്ലേ? Sigma is equal to T is equal to what? A comma B. ആണോ? അതെ. Then അറിയാവുന്ന കാര്യങ്ങൾ എഴുതി പോവുക. അടുത്ത എന്താണ്? Q naught start state ആണ്. Here also it will be your start state അല്ലേ?
Then what next? ഇവിടെ നമ്മൾ ഇസഡ് നോട്ട് ഉണ്ട്. ഇസഡ് നോട്ടിന് പകരം നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്ന നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡോളർ ആയിരുന്നു. ഇസഡ് നോട്ട് ഈസ് ഈക്വൽ ടു ഡോളർ കൊടുക്കുന്നു. പിന്നെ ഇനി അടുത്ത ട്രാൻസിഷൻ ഫംഗ്ഷനും വേണം, എഫ് വേണം. എഫ് നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും? എഫ് ഈസ് ഈക്വൽ ടു വാട്ട്? Q2. അതിനെ നമ്മൾ സെറ്റ് ആയിട്ടാണ് എഴുതുന്നത് Q2. Then certain things that you don't have are ഒന്നെന്ന് പറയുന്നത് എന്താണ്? ദിസ് സ്റ്റാക്ക് വേരിയബിൾ ഓർ സ്റ്റാക്ക് സിമ്പിൾ, അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെൽറ്റയും കൂടെ ട്രാൻസിഷൻ ഫംഗ്ഷനും കൂടെ ഐഡന്റിഫൈ ചെയ്യണം. വൺസ് യു ഹാവ് ദിസ് ട്രാൻസിഷൻ ഫംഗ്ഷൻ, പിന്നെ കുഴപ്പമൊന്നുമില്ല. PDF വരയ്ക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇത് രണ്ടുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ ചെയ്യും എന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാക്കിക്കോണം. സോ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ടൗ എന്ന് പറയുന്ന സാധനം, ഇറ്റ് ഈസ് യുവർ സ്റ്റാക്ക് സിമ്പിൾ. ടൗ എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് വിൽ ബി ദ യൂണിയൻ ഓഫ് ഫ്യൂ തിങ്സ്. ഏതൊക്കെയായിരുന്നു? N യൂണിയൻ, T യൂണിയൻ ഡോളർ അല്ലേ? ആദ്യമേ പറഞ്ഞിട്ടില്ലായിരുന്നോ? N യൂണിയൻ T യൂണിയൻ ഡോളർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യു നോ വാട്ട് ഈസ് N. N എന്താണ്? N എന്ന് പറയുന്നത് നോൺ ടെർമിനൽസ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നോൺ ടെർമിനൽസ്. ഗ്രാമറിനകത്ത് ഏതെല്ലാമായിരുന്നു? and union. Your terminal symbol is nothing but A comma B. Union what? Dollar. So it will be nothing but it's a set containing S, A, B, C, D, small a, small b and dollar. Done. So this is regarding finding this what do you call like tau, right? Now what left is I need to find what is this transition function. Transition function കണ്ടുപിടിക്കണം. So transition function നിങ്ങൾ എഴുതാൻ നേരത്തെ ഞാൻ പറഞ്ഞു rule number 1 and rule number 2 എന്ന് പറയുന്നത് it is common for what? Every possible transition എന്ന് പറഞ്ഞിട്ടുണ്ട്, every possible conversion of a CFG to PDA. അപ്പം rule 1 ഉം rule 2 ഉം നമ്മൾ ആദ്യമേ തന്നെ അപ്ലൈ ചെയ്യുന്നു. Then let's see what will happen. Okay? So let me write transition function here. ഇതെല്ലാം നിങ്ങൾ എഴുതാൻ നേരത്തെ താഴോട്ട് എഴുതിക്കണം കേട്ടോ. എനിക്കിത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എഴുതി പോകുന്നത്. Okay. So that is this delta പറയാൻ നേരത്ത് ഗ്രാമറും കൂടെ കാണണം. ഗ്രാമറും കൂടെ കണ്ടാലേ ഡെൽറ്റ എഴുതാൻ പറ്റുള്ളൂ. Okay, let me write here. ഇവിടെ എഴുതിക്കോട്ടെ. ഇതങ്ങ് മായ്ച്ചു കളയാം. ഇത് ഓൾറെഡി നിങ്ങൾ എഴുതിയതല്ലേ. So then it will be easy for me. So that is delta. First rule or first transition function. Don't rule, transition function. Delta. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് Q0 അല്ലേ? സ്റ്റാക്ക് ടോപ്പിലുള്ളത് എന്തായിരിക്കും? ഡോളർ. So what you must read? Epsilon. അല്ലേ? What you should do is you move your state to Q1 അല്ലേ? റൂൾ നമ്പർ 1 ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് സ്റ്റാക്ക് സിമ്പിൾ എസിനെ എങ്ങോട്ട് പുഷ് ചെയ്യണമെന്ന് പറഞ്ഞു? സ്റ്റാക്ക് ടോപ്പിലേക്ക് പുഷ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇത്ര എഴുതുന്നു. എന്നിട്ട് ഇവിടെ എഴുതിക്കോളുക, എന്തെന്ന് എഴുതിക്കോളുക? റൂൾ ബ്രാക്കറ്റിൽ റൂൾ 1. ഓക്കെ, സോ നിങ്ങൾ ഇവിടെ എഴുതാൻ നേരത്ത് എന്തിനൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ അടുത്തത് മനസ്സിലാക്കേണ്ടത്. അതായത് you have found this stack variable. ഏതെല്ലാമായിരുന്നു സ്റ്റാക്ക് വേരിയബിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിരുന്നത്? that was what we call it as ഇതിനെന്നായിരുന്നു പറയുന്നത്? ടൗ ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഏതെല്ലാമായിരുന്നു? B, C, D, small a, small b and dollar. So you must write transitions for all these സ്റ്റാക്ക് വേരിയബിൾസ്. ഈ സ്റ്റാക്ക് വേരിയബിൾസ് എല്ലാത്തിനും നിങ്ങൾ ട്രാൻസിഷൻ എഴുതണം. അങ്ങനെയാണെങ്കിലത്തേക്കിന് നിങ്ങളുടെ എൻ്റെ ട്രാൻസിഷൻസ് ഓവർ ആകും. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, while you are writing a transition for a particular variable, you must think about all the possibilities it could make. ഇപ്പം നിങ്ങളുടെ ഗ്രാമർ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 8 പ്രൊഡക്ഷൻസ് വന്നിട്ടുണ്ട് അല്ലേ? ഈ 8 പ്രൊഡക്ഷൻസ് അത് നോക്കുവാണെങ്കിൽ സിക്ക് തന്നെ പല പ്രൊഡക്ഷൻസ് വരുന്നുണ്ട്. സി ഈസ്
സ്മോൾ എ ക്യാപിറ്റൽ സി വരുന്നുണ്ട്, സി ഈസ് എപ്സിലോൺ വരുന്നുണ്ട്, ഡി പ്രൊഡക്ഷൻ പറയാൻ നേരത്ത് സ്മോൾ ബി ക്യാപിറ്റൽ ഡി വരുന്നുണ്ട്, എപ്സിലോൺ വരുന്നുണ്ട്. അങ്ങനെ പലതിനും പല പ്രൊഡക്ഷൻസ് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ പ്രൊഡക്ഷൻസിനെ എല്ലാം നിങ്ങൾ കവർ ചെയ്യുകയും ചെയ്യണം. അത് അടുത്ത കാര്യമാണ് കേട്ടോ. വാട്ട് നെക്സ്റ്റ്? ഇപ്പം ഞാൻ എസിന്റെ എഴുതി, ഞാൻ അടുത്തത് എന്തായിരിക്കും? എയുടെ എഴുതണം, ബിയുടെ എഴുതണം, സിയുടെ എഴുതണം, ലൈക്ക് വൈസ് വി ഗോ അല്ലേ? സോ ഇനിയും അടുത്തത് സെക്കൻഡ് ട്രാൻസിഷൻ. സോ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? Q1-ലാണ് നിൽക്കുന്നത് അല്ലേ? ഇനിയും എസ് പ്രൊഡക്ഷൻ എന്തായിരിക്കും? സോ നൗ സ്റ്റാക്ക് ടോപ്പിലുള്ളത് എന്താണെന്ന് പറഞ്ഞേ? സ്റ്റാക്ക് ടോപ്പിലുള്ളത് എന്താണ്? എസ് ആണുള്ളത് അല്ലേ? സോ അതായത് ഇപ്പൊ നമ്മൾ എഴുതാൻ പോവാണ്, ആദ്യത്തെ പ്രൊഡക്ഷൻ ഞാൻ എഴുതി, ഇനി എന്റെ ആദ്യത്തെ സ്റ്റാക്ക് വേരിയബിൾ എന്ന് പറയുന്നത് എസ് ആണ്. എസിനുള്ള പ്രൊഡക്ഷൻ ഞാൻ എഴുതണം. സ്റ്റാക്ക് ടോപ്പുകൾ എസ് ആണുള്ളതെങ്കിൽ ഞാൻ എന്തായിരിക്കും കൺസ്യൂം ചെയ്യുന്നത്? ഒരു നോൺ ടെർമിനൽ ആണ് സ്റ്റാക്ക് ടോപ്പിന്റെ മുകളിലുള്ളതെങ്കിൽ ഞാൻ കൺസ്യൂം ചെയ്യുന്നത് എന്തായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എപ്സിലോൺ ആയിരിക്കും. അതായത് ഐ വോണ്ട് കൺസ്യൂം എനിത്തിങ് ഫ്രം ദ ഇൻപുട്ട് ടൈപ്പ്, ബട്ട് ഇൻസ്റ്റെഡ് വാട്ട് ഐ കൺസ്യൂം ഈസ് ആൻ എപ്സിലോൺ. ഓക്കെ, ദെൻ വാട്ട് ഡു ഐ നെക്സ്റ്റ്? എന്നാ ചെയ്യും? Replace it by. So I will remain in that state itself. State ന് വല്ല മാറ്റം വരുന്നുണ്ടോ? ഇല്ല. So I will remain in Q1 itself. So this S will be replaced with the production corresponding production ഏതാണോ ആ പ്രൊഡക്ഷൻ വെച്ച് റീപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞു എസിനെ. അതായത് right now in stack what happens? ഒരു ഡോളർ ഉണ്ടായിരുന്നു, അതിന് മേളിൽ ഒരു എസ് ഉണ്ടായിരുന്നു. ഇനിയും ഈ എസിനെ എന്നാ വെച്ച് റീപ്ലേസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എന്നാ വെച്ച് റീപ്ലേസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? എ ബി വെച്ച് റീപ്ലേസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. ഓൾ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഈ എ ബി വിൽ ബി എസ് വിൽ ബി റീപ്ലേസ് വിത്ത് എ ബി എന്നുള്ളത് ഓർത്തോളുക. അവിടെ നിങ്ങൾ എയുടെ ഫോളോഡ് ബൈ ബി എന്നൊന്നും എഴുതേണ്ട കാര്യമില്ല. എസിനെ നിങ്ങൾ എന്നാ വെച്ച് റീപ്ലേസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? എ ബി വെച്ച് റീപ്ലേസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. എയുടെ മേളിൽ ബി വരുന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. സോ ദിസ് ഈസ് സം സ്റ്റാക്ക് റെപ്രസെന്റേഷൻ എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. സോ അപ്പൊ എന്നായിരിക്കും പറഞ്ഞേ? എ ബി വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എസിന് വീണ്ടും ഒരു പ്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. എസ് പ്രൊഡക്ഷൻ എ ബിയും പറഞ്ഞിട്ടുണ്ട്, എസ് പ്രൊഡക്ഷൻ എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ യു ഹാവ് അനദർ പ്രൊഡക്ഷൻ ദാറ്റ് ഈസ് Q1 comma BA. Is that clear? Yes, sir. Then what rule is this? Rule 2. Rule 2. Done? Yes, sir. Now S is over. What left is A, B, and all the rest. So we have the third production, or not production, what we call transition. Right? So transition 3. എങ്ങനെയായിരിക്കും പറഞ്ഞേ? Delta on transition 3. Q1 comma. So you are still in what? Q1. ഇനി എന്നായിരിക്കും സ്റ്റാക്ക് ടോപ്പിൽ ഇനി ഉള്ളത്? എന്തായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്? It can be A അല്ലേ? എന്ത് വേണമെങ്കിലും ആവാം. ഞാനിപ്പോ കൺസിഡർ ചെയ്യുന്നത് എ ആണ് കൺസിഡർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ബി, അത് കഴിഞ്ഞ് സി, അത് കഴിഞ്ഞ് ഡി. അപ്പൊ എക്ക് എന്നാ വരുന്നു എന്ന് പറഞ്ഞേ? എ ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യുന്നത് എന്താ? നോൺ ടെർമിനൽ ആണ് കൺസ്യൂം ചെയ്യുന്നത്. എ വരുവാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് റൂൾ ഞാൻ എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്കുള്ള പ്രൊഡക്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ഗീവ്സ് വാട്ട്? Q1 AC. എയുടെ പ്രൊഡക്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ പ്രൊഡക്ഷൻ സ്മോൾ എ ക്യാപിറ്റൽ സി അല്ലേ? സോ യു ആർ റിമൈനിങ് ഇൻ വിച്ച് സ്റ്റേറ്റ്? Q1 itself, comma എന്താണ്? Small a capital C. Capital C. Done? Yes, sir. So you must have production for അടുത്ത എന്താണ്? ഇനി എക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ Q1 തന്നെയാണ് നിൽക്കുന്നത്. അടുത്ത് നിങ്ങൾ റീഡ് ചെയ്യുന്നത് എന്താണ്? എ റീഡ് ചെയ്തു, ഇനി അടുത്ത് എന്താ ഉള്ളത്? ബി. കൺസ്യൂം ചെയ്യുന്നത് ബി ആണെങ്കിലുള്ള പോസിബിലിറ്റി പറഞ്ഞ ബിയുടെ പ്രൊഡക്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്മോൾ ബി ക്യാപിറ്റൽ ഡി. That is Q1 comma small b capital B. Okay, all these are what rule? Rule 2. Rule 2 അല്ലേ? Okay. Then ബുദ്ധിമുട്ടുണ്ടോ ഇത് ചെയ്യാൻ? എളുപ്പമല്ലേ? Then അടുത്ത എന്താണ്? Q1 number 5, that is now what left is you are still in Q1. What you read is A യും B യും റീഡ് ചെയ്തു, ഇനി അടുത്ത എന്താ വരുന്നത്? You need to read C, right? അല്ലേ?
സി റീഡ് ചെയ്യുന്നു. സി റീഡ് ചെയ്യാൻ നേരത്തെ എന്ത് സംഭവിക്കും പറഞ്ഞു? എപ്സിലോൺ ആണ് കൺസ്യൂം ചെയ്യുന്നത്. സി റീഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് Q1 ആണ്. സിയുടെ പ്രൊഡക്ഷൻസ് നോക്കി പറഞ്ഞ സിക്ക് 2 പ്രൊഡക്ഷൻ ഉണ്ട്. സി ഗീവ്സ് സ്മോൾ എ ക്യാപിറ്റൽ സി ഉണ്ട്, അതോടൊപ്പം സി ഗീവ്സ് എപ്സിലോൺ. ഈ സി ഗീവ്സ് എപ്സിലോൺ ഒക്കെ നമുക്ക് ഭാവിയിൽ ഒത്തിരി യൂസ് വരുന്ന സാധനമാണ് കേട്ടോ. പറഞ്ഞോ. Q1 A small a capital C. സ്മോൾ എ ക്യാപിറ്റൽ സി. Q1 അടുത്തത് Q1 എപ്സിലോൺ epsilon. This will be round bracket. Okay. Now what left? പെട്ടെന്ന് ആയിക്കോട്ടെ. D. ഞാൻ അടുത്തത് D. That is your 6th transition still in Q1. You are reading D. Epsilon is being consumed. D യുടെ ട്രാൻസിഷൻസ് ഡിക്ക് 2 പോസിബിലിറ്റി ഏതൊക്കെയാണ്? സ്മോൾ ബി ക്യാപിറ്റൽ ഡി and epsilon. That is you are in Q1 small b capital D and at the possibility you are still epsilon in Q1 epsilon comma epsilon. What rule? എല്ലാത്തിനും rule 2. Okay, wait. That's this. Now we have the next transition delta. You are still in what? Q1. Q1 തന്നെയാണ്. Q1 ആണ്. Anything left? ഇനി എപ്പോൾ എവിടം വരെ നമ്മൾ ആയി? A B C D വരെ അല്ലേ? ഇനി എന്തൊക്കെയാണുള്ളത്? എയും ബിയും സിയും ഡിയും റീഡ് ചെയ്തു. ഇനിയുള്ളത് തന്നെ സ്മോൾ എ ഉണ്ട്, സ്മോൾ ബി ഉണ്ട്, ഡോളർ അല്ലേ? സോ ഇപ്പോൾ ഓർത്തോളുക. What we do is this is your 7th transition. If your stack top is on A ആണ് stack topലുള്ളത്, അങ്ങനെയാണെങ്കിൽ definitely you can consume something from your input tape. Input tape നിന്ന് എന്തെങ്കിലും കൺസ്യൂം ചെയ്യാന്ന് വിചാരിച്ചോളാം. Okay, and you are consuming A ആണ് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ what we will do is എന്നാ ചെയ്യുമെന്നാ പറഞ്ഞത്? We will pop it. Okay, so you are in Q1. So remaining in Q1 itself, അല്ലേ? സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, പോപ്പ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. So this is which rule? Rule 3. Rule 3 ആയിരുന്നോ? ഇനി state or transition number 8 still in Q1. If B is coming or stack top is filled with B or stack top ഉള്ളത് B ആണ് കം ചെയ്യുന്നതെങ്കിൽ what we will do is we will pop, അല്ലേ? We will pop, and this is also rule 3. Now last one, 9th one. പിന്നിച്ചുള്ള എന്താണ്? ഡോളർ. So you are in Q1, ഡോളർ ആണ് സ്റ്റാക്ക് ടോപ്പിലുള്ളതെങ്കിൽ what do you consume? Consume epsilon and what do you do? Move to final state Q2 and skip it or just leave this dollar on your stack. Right? The dollar on your stack will be, and this will be what rule? Rule 4. Rule 4. That's it. പണി കഴിഞ്ഞു അല്ലേ? So now just construct it. ഇനി നമ്മൾ നമ്മുടെ PDA ഒന്ന് കൺസ്ട്രക്ട് ചെയ്തേ. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന റൂൾസ് എല്ലാം ഉണ്ട് അല്ലേ? നോക്കിക്കോണേ. റൂൾ നമ്പർ 1 തൊട്ട് നമ്മൾ, അതായത് ഗ്രാമർ ഉണ്ട്, ആ ഗ്രാമറിന്റെ കറസ്പോണ്ടിംഗ്ലി എന്താ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ സ്റ്റേറ്റ് എന്തായിരുന്നു? Q0 ആയിരുന്നു. Q0 സ്റ്റാർട്ട് സ്റ്റേറ്റ് അല്ലേ? Q0യിലുള്ള ട്രാൻസിഷൻ നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ. സോ Q0യിൽ എന്നാ വരുന്നതെന്നാ പറഞ്ഞത്? എപ്സിലോൺ വരുന്നു. അപ്പോഴത്തേക്കിന് എസിനെ നിങ്ങൾ പുഷ് ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ?
എങ്ങനെ ഞാൻ വരയ്ക്കും പറഞ്ഞേ. So this will be obviously this will be Q1. Q1ലേക്ക് പോകുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതെ. എന്നാ പറഞ്ഞിരിക്കുന്നത്? I consume an epsilon and if stack top is filled with $, what should I do? I will push my S to the stack top. അല്ലേ? S $. ആകും. Okay. Okay. Now you are in Q1. Q1ലാണ്. ഇനി Q1ൽ നിങ്ങൾക്ക് ഒത്തിരി പോസിബിലിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. ഈ Q1 എന്ന് പറയുന്നതാണ് ആക്ച്വലി നിങ്ങളുടെ ട്രാൻസിഷന്റെ എല്ലാ പ്രോസസ്സും ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്. ദെൻ Q2 എന്ന് പറയുന്ന അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് അല്ലേ? അതെ. അപ്പൊ ഈ Q1ൽ എന്തെല്ലാം പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത് പറയാം. Q1ൽ എസ് വന്നാൽ എന്നാ സംഭവിക്കും? സ്റ്റാക്ക് ടോപ്പിൽ എസ് വന്നാല്, സ്റ്റാക്ക് ടോപ്പിൽ എ വന്നാല്, ബി വന്നാല്, സി വന്നാല്, ഡി വന്നാല്, സ്മോൾ എ വന്നാല്, സ്മോൾ ബി വന്നാല്, ഡോളർ വന്നാല് എന്താ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം. കേട്ടെ? പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ഞാൻ എഴുതാൻ പോകുന്നു. Let me write. ഇതെല്ലാം ഇതിനു വേണ്ടിയുള്ളതാണേ. സോ സ്റ്റാക്ക് ടോപ്പിൽ എസ് ആണെന്ന് വിചാരിച്ചോളുക. ദെൻ കൺസ്യൂം ചെയ്യുന്നത് എന്തായിരിക്കും? എപ്സിലോൺ. സോ വാട്ട് ഷുഡ് ഐ ഡു? എന്നാ ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? എ ബി. ഞാൻ എസിന്റെ പ്രൊഡക്ഷൻ വെച്ച് സ്റ്റാക്ക് ടോപ്പിലുള്ളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പ്രൊഡക്ഷൻ അല്ലേ ഈ തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് പ്രൊഡക്ഷൻ. എന്നാ എസ് വരുന്നു, സ്റ്റാക്ക് ടോപ്പിൽ എസ് ആണ് വരുന്നത്. എപ്സിലോൺ ആണെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യുമെന്ന് പറഞ്ഞു. ക്യാൻ യു സീ ദ കേസർ കാണാവോ? സോ എന്നാ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് എ ബി അല്ലെങ്കിൽ ബി എ അല്ലേ? അപ്പം ഒരു പോസിബിലിറ്റി ഞാൻ എഴുതി. ഇനി അത് കഴിഞ്ഞോ? ഇല്ല. അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് എപ്സിലോൺ ആണ് റീഡ് ചെയ്യുന്നത്. എസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ ബി ഫിൽഡ് വിത്ത് വാട്ട്? ബി എ. ഇനി വേറെ എന്നാ ഉള്ളത്? എസിന്റെ കേസ് കഴിഞ്ഞു. ഇനി ക്യാപിറ്റൽ ക്യാപിറ്റൽ ബിയുടേതും സിയുടേതും ഡിയുടേതും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ. സോ വാട്ട് ഇഫ് ക്യാപിറ്റൽ എ ഈസ് ഓൺ സ്റ്റാക്ക് ടോപ്പ്? സ്റ്റാക്ക് ടോപ്പിൽ ക്യാപിറ്റൽ സി, സ്റ്റാക്ക് ടോപ്പിൽ ബി ആണെങ്കിൽ എല്ലാം എന്താന്നുള്ളത് പറയണം കേട്ടോ. എല്ലാം കൂടി എഴുതാൻ ഇടയില്ലല്ലോ. ഓക്കെ. എ വന്നാല് ബി വന്നാല്. So in these two cases I consume epsilon. Epsilon ആണ് കൺസ്യൂം ചെയ്യുന്നത്. സ്റ്റാക്കിൽ എ വന്നാൽ എന്നാ സംഭവിക്കും? നോക്കി പറ. എ it will be filled with എന്താണ്? സ്മോൾ എ ക്യാപിറ്റൽ സി. ബി വന്നു കഴിഞ്ഞാൽ it will be filled with what? Small b capital D. Okay. So this is this is small a capital C and this is small b capital D, right? Yes sir. ഇവിടെ തന്നെ എനിക്ക് എഴുതാൻ. ഇനി അവിടെ എഴുതയില്ലാത്തതുകൊണ്ട് ഞാൻ എന്നാ എടുക്കുന്നു? ഒരു രസം ആയിക്കോട്ടെ, താഴോട്ട് കൂടെ ആയിക്കോട്ടെ. താഴോട്ട് പറഞ്ഞോ. ഇനി അടുത്തത് എന്തൊക്കെയാണ്? സി വന്നാൽ ഡി വന്നാൽ അല്ലേ? സിക്ക് തന്നെ 2 പോസിബിലിറ്റി ഉണ്ട്, ഡിക്ക് 2 പോസിബിലിറ്റി ഉണ്ട് ഇല്ലേ? അപ്പം സി ആണ് റീഡ് ചെയ്യുന്നതെങ്കിൽ എപ്സിലോൺ ആണ് വരുന്നതെങ്കിൽ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു? സ്മോൾ എ ക്യാപിറ്റൽ സി. എപ്സിലോൺ ആണ് റീഡ് ചെയ്യുന്നത്. സി ആണ് സ്റ്റാക്ക് ടോപ്പിലുള്ളതെങ്കിൽ ദിസ് ഈസ് ക്യാപിറ്റൽ സി, റൈറ്റ്? സി ആണെങ്കിൽ ഞാൻ എന്നെ എടുക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്? എപ്സിലോൺ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് ഡിക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. ഡി വരാൻ നേരത്ത് ഒബ്വിയസ്ലി എപ്സിലോൺ ആയിരിക്കും റീഡ് ചെയ്യുന്നതെങ്കിൽ എന്നാ വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്? സ്മോൾ ബി ക്യാപിറ്റൽ ഡി. അതോടൊപ്പം തന്നെ എപ്സിലോൺ ആണ് വരുന്നത്. സ്റ്റാക്ക് ടോപ്പിൽ ഡി ആണെങ്കിൽ it will be replaced with what? Epsilon. Or what we say that. Clear ആയോ? കഴിഞ്ഞോ? ഇല്ല. സ്മോൾ എയും സ്മോൾ ബിയുടെ കേസും അല്ലേ? So what happens? Stack top is small a and the input is also a. Then what we do is pop. If B is coming and the stack top B is coming and stack top is also B, then also we will pop. One more is there for what? Dollar. So dollar ആകുമ്പോഴത്തേക്കിന് എന്നാ സംഭവിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്? Move to your final state and you will consume what? Epsilon. Dollar ആണെങ്കിൽ what happens? This will be skipped. Is that clear? So this is called as a state diagram. അല്ലേ? State diagram എന്നെ വിളിക്കുന്നത്
അതെ അതെ. സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം എന്ന് പറയും, സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറയും, സ്റ്റേറ്റ് ഡയഗ്രാം ഓഫ് PDA. Done. So Yes, we sir. have made a PDA from a context free grammar. ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് വളരെ മനോഹരമായിട്ട് നമ്മൾ ഒരു PDA ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഇല്ല, നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് ഇനി വേണേൽ അലങ്കാരത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിനെ വേണേൽ ഡിറൈവ് ചെയ്യാം. ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ ആ പർട്ടിക്കുലർ സ്ട്രിങ്ങിനെ വേണേൽ എഴുതാം. ഞാൻ ഏതായാലും ഒരു സ്ട്രിങ്ങിനെ ഡിറൈവ് ചെയ്യുന്നതും കൂടെ ചെയ്ത് കാണിച്ചേക്കാം. ഈ പർട്ടിക്കുലർ ഗ്രാമർ, ഈ പർട്ടിക്കുലർ PDA യൂസ് ചെയ്ത് ലെറ്റ് മീ ഡിറൈവ് എ സ്ട്രിങ് AA or എഴുതിക്കോണം കേട്ടെ. ഡെറിവേഷൻ ഓഫ് എ സ്ട്രിങ്, derivation of string AAABBB from what? CFGG. ഗ്രാമറിൽ നിന്ന് വേണേൽ ഡിറൈവ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് മെഷീനും ഉണ്ട്, മെഷീനും വേണേലും എന്നാ ചെയ്യാം, ഡിറൈവ് ചെയ്യാം. ഓക്കെ, സോ ഐ തിങ്ക് ഗ്രാമറിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളത് അല്ലേ? Now start deriving. Derivation always starts with what? S. So നിങ്ങൾ ഗ്രാമർ നോക്കി പറഞ്ഞാൽ മതി. ഗ്രാമർ ഉണ്ടല്ലോ, ഗ്രാമർ ഇനി എനിക്ക് ഡിറൈവ് ചെയ്യേണ്ട സ്ട്രിങ് എപ്പോഴാണ് എന്നാന്ന് കണ്ടല്ലോ. മൂന്ന് എയും 2 ബിയും ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഞാൻ ചുമ്മാ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും നിങ്ങൾ എക്സാം പോയിന്റിൽ ഇങ്ങനെ ചോദിച്ചെങ്കിൽ മാത്രം എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഡൺ. സോ ഇപ്പം അടുത്തത് പറഞ്ഞോ. So what you can do is, so you are familiar with the right linear grammar, left linear grammar എന്നൊക്കെ അറിയത്തില്ലേ? So ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്, let me call it as left linear grammar. So every time you will replace your leftmost non-terminal with your terminal symbol. കേട്ടോ? leftmost non-terminal symbol എന്ന് പറയുന്നത് ഏതാ? A ആണ്. സോ എക്ക് റീപ്ലേസ്മെന്റ് കൊടുക്കുക. സോ യു ക്യാൻ ഡു ദിസ് യൂസിങ് റൈറ്റ് ലീനിയർ ഗ്രാമർ ഓൾസോ. എന്നാലും ചെയ്യാം കേട്ടോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ലെഫ്റ്റ് ലീനിയർ ഗ്രാമർ വെച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ലെഫ്റ്റ് ലീനിയർ ഗ്രാമർ ആണെങ്കിൽ എക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് നോക്കിക്കേ. A can be simply given by small a capital C. You have this B left. Now what we must do is C can be replaced with what? C can be replaced with. So ഇതിനെല്ലാം നിങ്ങൾ ഇവിടെ ഇത് എഴുതുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതായത് ഗ്രാമർ റൂൾ, അതായത് നിങ്ങൾക്ക് ഗ്രാമറിനകത്ത് 1, 2, 3 എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻസ് തന്നിട്ടില്ലേ? പ്രൊഡക്ഷൻ 8 പ്രൊഡക്ഷനാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഓരോ പ്രൊഡക്ഷനും നമ്പർ എഴുതി പോവാണെങ്കിൽ ഇറ്റ് വിൽ ബി കൺവീനിയന്റ് കേട്ടോ. സോ ഇപ്പം ഇതെന്ന് പറയുന്ന ഏത് പ്രൊഡക്ഷൻ റൂൾ ഫോം ചെയ്താ? ഫസ്റ്റ് പ്രൊഡക്ഷൻ. സോ ഈ ആരോ എന്ന് പറയുന്നത്, ആരോ ക്യാൻ ബി മെയ്ഡ് ലൈക്ക് ദിസ്. ഈ ടൈപ്പ് ഉള്ള ആരോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതായത് വാട്ട് വി കോൾ, ഇങ്ങനത്തെ ടൈപ്പ് ആരോസ് ഇല്ലേ? വാട്ടെവർ. ഓക്കെ, സോ വാട്ട് വി കോൾ ദ സെക്കൻഡ് പ്രൊഡക്ഷൻ. ഇതാകുമ്പോൾ ഏതായിരുന്നു വന്നിരിക്കുന്നത്? റൂൾ 3 ആയിരുന്നു. പ്രൊഡക്ഷൻ 3 ആയിരുന്നു. നമ്പർ ഇട്ടോണം കേട്ടോ. നമ്പർ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ചെയ്തിരിക്കുന്നു. ഇനി സിക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാ കൊടുക്കാം? സി ക്യാൻ ബി ഓൾസോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് AC, റൈറ്റ്? സോ ദാറ്റ് ഈസ് A C B, right? Yes, sir. So again this C can be substituted. How many A's are needed? 3 A's നമുക്ക് വേണം. അതുകൊണ്ട് Cക്ക് obviously ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. Okay, so C can be again substituted with what? AC അല്ലേ? AC B. Okay, so what next is, so A's are over. 3 A's നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന സിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എപ്സിലോൺ കൊടുത്താൽ നിങ്ങൾക്ക് എ പാർട്ട് ആയി. ഇനി ബിക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബി പാർട്ട് 2 BC കൂടെ ജനറേറ്റ് ചെയ്താൽ മതി. സോ ഇതിന്റെ എല്ലാം ഗ്രാമേഴ്സ് എഴുതിയോ? ദിസ് ഈസ് ഏതായിരുന്നു? 5th ആയിരുന്നോ? 5. 5. This is also 5. Now we have this A. Cക്ക് ഞാൻ എപ്സിലോൺ കൊടുക്കുന്നു. That will become what? B.
സിക്ക് എപ്സിലോൺ കൊടുക്കുന്ന പ്രൊഡക്ഷൻ ഏതായിരുന്നു പറ? 6. Now what remains? So you must go for ഇനി ബി ഉള്ളൂ. റൈറ്റ് മോസ്റ്റ് ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ എന്ന് പറഞ്ഞ ബി ആണ്. ബിക്ക് ആണെങ്കിൽ ഉള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? എ ബിക്ക് എന്നാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? Small b, capital D. Right. So this is what production? Fourth. Okay. Now A ബിക്ക് ഇനി ഒരു ബിയും കൂടെ വേണം നമുക്ക്. We can put ബിക്ക് ഡിക്ക് വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്താണ്? Small b, capital D. Small b, capital D. So what production is that? Seventh production. Now what left is A, B. D can be substituted with what? D can substitution epsilon കൊടുക്കാം. So that will become epsilon ആണ്. Don't need to write epsilon. So that is your 8th production. So you have derived what? Your corresponding string. Okay. Now ID എഴുതിക്കേ ഈ പർട്ടിക്കുലർ. സോ ID ബേസ് ചെയ്യുന്നത് PDA മെഷീനെയാണ് കേട്ടോ. കാരണം നിങ്ങൾ ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗ്രാമർ അല്ലല്ലോ നിങ്ങൾ എഴുതുന്നത്. ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഇൻസ്റ്റൻസിലും എന്ത് നടക്കും എന്നുള്ളതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മീൻ ആക്കുന്നത് അല്ലേ? സോ ഇപ്പോൾ ഓരോ ഇൻസ്റ്റൻസിലും Q0 എന്ത് സംഭവിക്കുന്നു, ഇന്ന ഇൻപുട്ട് വരാൻ നേരത്ത് സ്റ്റാക്ക് ടോപ്പിൽ ഇന്നതാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, അങ്ങനത്തെ ഉള്ള ഓരോ ഇൻസ്റ്റൻസുകളാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പം ID ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ. സമയം എന്തായി? 27. പെട്ടെന്ന് എഴുതിക്കോണേ. ID ഫോർ ഇതാണ് സ്ട്രിങ്. ഇപ്പൊ ഈ എടുത്തിരിക്കുന്നത് തന്നെ എഴുതിക്കോ കേട്ടോ. PDAM സ്ട്രിങ് എടുത്തിരിക്കുന്നത് ഇത് തന്നെയാണ്. ദാറ്റ് ഈസ് സ്റ്റാർട്ട് പ്ലസ് Q0. Your input string is A, B, and what you are reading is $. $. ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്നാ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? ഇതാ ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യുന്ന സൈൻ എന്ന് പറയുന്നത് അല്ലേ? ഓർക്കുന്നില്ലേ ID എഴുതുന്നത്? So what you will do is you will move to your state Q1. What do you read? എന്നതാണ് റീഡ് ചെയ്യുന്നത്? എന്തെങ്കിലും റീഡ് ചെയ്യുവോ? ഇല്ല. അതിന് മുമ്പ് എന്നാ എടുക്കും? $നെ പുഷ് ചെയ്യണം അല്ലേ? സോ ഇൻപുട്ടിനെ അതുപോലെ തന്നെ എഴുതുന്നു. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യുന്ന പറഞ്ഞാൽ എസിനെ സ്റ്റാക്കിന്റെ മുകളിലേക്ക് പുഷ് ചെയ്യുന്നു. ഓക്കെ. സോ അണ്ടിൽ ഈ പ്രോസസ്, ഈ പുഷിംഗ് പ്രോസസ് അണ്ടിൽ ഈ സ്റ്റാക്ക് ടോപ്പിലുള്ള ഒരു ടെർമിനൽ സിമ്പിൾ ആകുന്നിടം വരെ നിങ്ങൾ ഈ പുഷിംഗ് പ്രോസസ് നടന്നുകൊണ്ടേ ഇരിക്കുക ചെയ്യുന്നത്. ആ ടൈമെല്ലാം നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നത് എപ്സിലോൺ ആണ്. യു ആർ നോട്ട് ടേക്കിംഗ് എനിത്തിങ് ഫ്രം ഇൻപുട്ട് ഓർ നിങ്ങളുടെ ഗിവൺ ഇൻപുട്ട്. സ്ട്രിങ്ങിനകത്തു നിന്നൊന്നും നിങ്ങൾ റീഡ് ചെയ്യുന്നില്ല. ഓക്കെ. അടുത്തത് പറഞ്ഞു. Q1 തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. Q1ലാണ് നിൽക്കുന്നത്. സ്ട്രിങ് ഈസ് A, B. Then S will be replaced with ഏതാണ്? This is instantaneous description കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് എക്സിന് നിങ്ങൾക്ക് നേരത്തെ എത്ര പോസിബിലിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? 2 പോസിബിലിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് അതൊന്നും ഈ 2 പോസിബിലിറ്റി ഇവിടെ കവർ ചെയ്ത് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഏതായാലും ഒന്ന് എഴുതിയാൽ മതി. ഒരു ഇൻസ്റ്റന്റിൽ ഒന്നെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഇതും സ്വീകരിക്കാം അതും സ്വീകരിക്കാം അല്ലേ? അതിനകത്ത് ഏതെങ്കിലും ഒന്നല്ലേ ആ ഒരു ഇൻസ്റ്റന്റിൽ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓബിയസ്ലി ആദ്യത്തെ തന്നെ നമുക്ക് എടുത്തേക്കാം. AB എടുത്തേക്കാം. ഓക്കെ. AB വന്നിരിക്കുന്നത് ഡോളറിന്റെ ടോപ്പിൽ. റൈറ്റ്. ഇനി അടുത്തത് Q1 A, B. 29. ജസ്റ്റ് എ സെക്കൻഡ്. ദിസ് ഈസ് സ്റ്റിൽ ഇൻ Q1 ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്തെങ്കിലും കൺസ്യൂം ചെയ്യുന്നുണ്ടോ? ഇല്ല. A, B. Then what we can do? ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ AB-ക്ക് എന്നുള്ളതിന് നിങ്ങൾക്ക് എന്നാ ചെയ്യാൻ സാധിക്കും? Aക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ സാധിക്കും. Aക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വരുന്നത് എന്താണ്? ഇപ്പൊ നിങ്ങൾ ഈ നേരത്തെ ചെയ്ത സാധനം ഇല്ലേ? ഇത് തന്നെയല്ലേ എഴുതാൻ പോകുന്നത്? അപ്പൊ എന്നാ ചെയ്യുന്നത്? സ്മോൾ എ അല്ല സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് സ്മോൾ എ ക്യാപിറ്റൽ C, റിമൈനിങ് ഈസ് B. നമ്മളെപ്പോഴും 3 എഴുതിയാൽ കേട്ടോ. $. എഴുതേണ്ട കാര്യമില്ല. കാരണം ഡോളറിന്റെ മേളിലാണ് ഇപ്പം B ഇരിക്കുന്നത്. A ഉണ്ടായിരുന്നതിനെ നിങ്ങൾ എന്നാ വെച്ച് റീപ്ലേസ് ചെയ്തു? AC വെച്ച് റീപ്ലേസ് ചെയ്തു. നമ്മളെപ്പോഴും വി ഓൺലി റൈറ്റ് 3 തിങ്സ്. വേണേ $. എഴുതുന്നതിന് തെറ്റൊന്നുമില്ല കേട്ടോ. നമ്മളെപ്പോഴും സ്റ്റാക്കിന്റെ മേളിലുള്ള 3 നമ്മൾ എഴുതാറുള്ളൂ. ഓക്കെ. അതുകൊണ്ട് ഇപ്പം $. എഴുതേണ്ട കാര്യമില്ല. $. എഴുതിയാൽ ഞാൻ പറഞ്ഞു തെറ്റല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ?
ഇനി അടുത്ത സംഭവിക്കുന്നത് എന്താണ് പറഞ്ഞു? സിയുടെ റീപ്ലേസ് ചെയ്യുന്നു. ബിയുടെയും അടുത്ത സിയുടെയും. അവർ ആരാ? ഡാറ്റ കമ്മ്യൂണിക്കേഷൻ അക്ഷരമിസ്. ഇത് ഫില്ല് ചെയ്യത്തില്ലേ, കംപ്ലീറ്റ് ചെയ്യത്തില്ലേ? ചെയ്തോളാം. സോ ഒരു ലൈനും കൂടെ വേണം എഴുതിയേക്കാം. സോ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇനി നിങ്ങൾക്ക് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ സ്റ്റാക്ക് ടോപ്പിൽ ഇപ്പോൾ ഉള്ളത് എന്താണ്? ഇതൊന്ന് ശ്രദ്ധിച്ചോളുക. എന്താ സ്റ്റാക്ക് ടോപ്പിൽ ഇപ്പോൾ ഉള്ളത് എന്താണ്? സ്മോൾ എ ആണ്. ഇൻപുട്ട് റീഡ് ചെയ്യുന്നത് എന്താണ്? സ്മോൾ എ തന്നെ. ഇൻപുട്ട് റീഡ് ചെയ്യാനുള്ളതിനകത്ത് എയും ഉണ്ട്. അപ്പം സ്റ്റാക്ക് ടോപ്പിൽ സ്മോൾ എയും ആണ്. ഇൻപുട്ട് റീഡ് ചെയ്യുന്നത് സ്മോൾ എ ആണെങ്കിൽ രണ്ടും സെയിം ആണ്. നിങ്ങൾ എന്നാ ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്? കോപ്പി ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? സോ ലൈക്ക് വൈസ് ഇറ്റ് ഗോസ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷന്റെ കൂട്ടത്തിൽ ഈ പോപ്പിംഗും കൂടെ നിങ്ങൾ ഓർത്തോണം. അതായത് കണ്ടീഷൻസ് എന്തെല്ലാമാണോ വരുന്നത് അതനുസരിച്ച് നിങ്ങൾ പോകണം കേട്ടോ. അപ്പം ഇപ്പൊ ഇൻപുട്ട് റീഡ് ചെയ്തിരിക്കുന്നതിനകത്ത് ദിസ് ഈസ് Q1 എത്രയേ ഉള്ളൂ? 2A ഉള്ളൂ. 2B ഉള്ളൂ. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഈസ് എന്താണ്? ക്യാപിറ്റൽ സി ബി. സോ അപ്പൊ അതായത് കോപ്പി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇനി വാട്ട് ലെഫ്റ്റ് ഈസ് ക്യാപിറ്റൽ സി ഡോളർ. ആൻഡ് യു മസ്റ്റ് കേട്ടോ, ബാക്കിയുള്ളത് ചെയ്തോണം കേട്ടോ. until you reaches what state, final state ഏതാണ്? Q2 once you have this epsilon you just skip അല്ലേ? സോ അവിടെ നിങ്ങൾ ചെയ്തോണം കേട്ടോ. ജസ്റ്റ് എ സെക്കൻഡ്, ലീവ് ആവില്ല, അറ്റൻഡൻസ് കൂടെ എടുത്തോട്ടെ. 52. Okay, thank you. Thank you, sir.